കുഞ്ഞ് തിലോപ്പി. കുഞ്ഞു തിലോപ്പി റെഡിന്റെ കുഞ്ഞ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും പ്രദീപും മച്ചാനും കുഞ്ഞും കൂടി ഒരു സ്ലിംഗ് ഷോട്ട് ഫിഷിങ്ങായിട്ട് വന്നിരിക്കും. അപ്പോൾ സ്പോട്ടിൽ വന്നപ്പോൾ അത്യാവശ്യം ഏറ്റവും കയറിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം. എന്നാലും ഏകദേശം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ മീനെ. ഈ അരികു ഭാഗത്ത് മാത്രമായിട്ട് ചെറിയൊരു കുഴിയാണ്, ബാക്കിയുള്ളത് അങ്ങോട്ട് വെള്ളം കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ നേരത്ത് ആ ഒരു ഭാഗത്തൊക്കെ എന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തിലോപ്പി വെള്ളം കുടിക്കാനായിട്ടൊക്കെ ഇങ്ങനെ പായൽ കുത്തി കളിച്ചൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ജസ്റ്റ് നോക്കാം. പിന്നെ കൂടുതലും ഈ തടം കൂട്ടി നിൽക്കുന്ന തിലോപ്പിയാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. കാരണം ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ മണ്ണിങ്ങനെ കൂന പോലെ കൂട്ടിയിട്ട് നിൽക്കുന്ന തിലോപ്പിയാണ്, ഗിഫ്റ്റ് തിലോപ്പിയാണ് കൂടുതൽ. പിന്നെ വരാലുണ്ട്, വരാൽ ഇവിടെ പാർക്ക് സെറ്റൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. പക്ഷെ വരാലിനൊന്നും നമ്മൾ നോക്കുന്നില്ല. തിലോപ്പി ആയിരിക്കും മെയിനായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണം. കുഞ്ഞോ, എന്തായാലും നമുക്കൊന്ന് ഫിഷിങ് ചെയ്ത് നോക്കിയാലോ? തിലോപ്പി മാത്രമേ നമ്മൾ കിട്ടുള്ളൂ. എനിക്ക് കുഞ്ഞുമീൻ കളിക്കാനൊന്നും കിട്ടൂല. കുഞ്ഞുമീനാണെങ്കിൽ തിലോപ്പിയുടെ കുഞ്ഞിനെ പിടിച്ചു തരാം കളിക്കാനായിട്ട്, പോരെ? അപ്പോൾ എന്തായാലും നമുക്ക് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് മാജിക് ഡാർട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് മാജിക് ഡാർട്ടും അതുപോലെ തന്നെ മറ്റേ ഡീപ്പ് ഡാർട്ടൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. കാരണം ഇവിടുത്തെ തിലോപ്പികളൊക്കെ ഫൈറ്റ് ചെയ്ത് ഊരി പോകുന്നതുകൊണ്ടാണ് കൂടുതൽ ഞാനിത് ഉപയോഗിക്കാത്തത്. മറ്റേ ഡീപ്പിൽ ഈ കുഴി ഭാഗത്തൊക്കെ അടിക്കുമ്പോൾ നമുക്ക് മറ്റേ ഡീപ്പ് ഡാർട്ട് ഇട്ട് അടിക്കാം. ഇത് നമുക്ക് അങ്ങോട്ടൊക്കെ ലോങ് അടിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുമ്പോൾ മാറി ഷൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും തിലോപ്പിയൊക്കെ കളിച്ച് നടുക്കും അരികിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും സമയം കളയാതെ ഷൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, കരയിലോട്ട് കയറി വെറുതെ തടക്കുന്നതായിട്ട് കണ്ട. എന്റെ കൂട്ടത്തിലുണ്ടായ പേടിച്ചു. പിന്നെ മറ്റേ ഡാർട്ടും കൂടെ ആയത് കാരണം ചിലപ്പോ അതിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോരും. ഫസ്റ്റ് വൺ നല്ല റെഡ് തിലോപ്പി കേട്ടോ. നമ്മുടെ ഈ ഡാർട്ടാണ് കേട്ടോ, ഡീപ്പ് ഡാർട്ട്. ലോക്കൊന്നും ഇട്ടിട്ടില്ല, ഊരിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇല്ല ഊരിപ്പോട്ടില്ല കേട്ടോ. ഇപ്പുറത്ത് വന്ന് ഡാർട്ട് ലോക്കിങ് നല്ല ലോക്കായിട്ടുണ്ട്. അതെ, ഇവൻ നമുക്ക് അഴിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇടാം. ഇട്ടാ പോലെ കേട്ടോ. ഏകദേശം ഒരു 1/2 കിലോ 600-700. ഇപ്പം ഇന്നലെ ഈ സംഭവം ഞാൻ വേറെ രീതിയിൽ രണ്ടാമതെടുത്ത് കെട്ടി കണ്ട. ഇങ്ങനെ 2 നൂല് കൊടുത്തിട്ട് അതിൻ്റെ ഈ ഹോളിൻ്റെ 2 സൈഡിലായിട്ടാണ് ഞാൻ 2 കെട്ടിട്ട് കൊടുക്കുന്നത്. അത് കാരണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറുന്നില്ല, ഇങ്ങനെ കറക്റ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഡാർട്ടൊക്കെ ഓർക്കാനും എല്ലാത്തിനും എളുപ്പം കിട്ടുന്നുണ്ട് കേട്ടോ. അല്ല ഒന്നുകൂടെ നോക്കാം. അവിടെ തന്നെ ഇപ്പല്ലേ അപ്പം ഇതിനകത്തൊക്കെ കഴിയും. ഞാൻ നിങ്ങളുടെ മാറിക്കാം. ചെറുതാണ്, ഒരു പെണ്ണിനെ കണ്ട കാരണം ഞങ്ങൾ അടിച്ചത്. അടുത്ത ഷൂട്ടിലും കിട്ടിയല്ലേ, മിക്സ് ആയില്ലല്ലേ? പുതിയ ബ്രൈഡൊക്കെ കയറ്റി കഴിഞ്ഞപ്പോഴേ എനിക്ക് കളിക്കാൻ വേണം. അതിനെ അഴിച്ചെടുത്തിട്ട് നമുക്ക് കളിക്കാറ്. ചുറ്റി പിണഞ്ഞു പോയല്ലേ ശരിക്കും. സൈഡിലേക്ക് മാറ്റിട്ടുണ്ട്. കുറേ ഓടി കിടന്നു, ഊടിയൊക്കെ നല്ലോണം ഓടി. മാറ്റിട്ട്
വെയിലാണ് കുഞ്ഞ്, അതാ ഞാൻ പറഞ്ഞ തണലത്ത് നിന്ന് പറഞ്ഞതുകൊണ്ടാണ്. 2 എണ്ണം കേട്ടോ. എൻ്റെ അടുത്താണ് നോക്കാം. സംസാരിക്കാനായിട്ട് അധികം പറ്റുന്നില്ല, കാരണം ജലദോഷം കൊണ്ട് ആകെ ഹാങ് ഓവർ പോലെ ഇരിക്കണം. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാത്താണ്. അതിലെ വലുതിനൊക്കെ അടിക്കാം അല്ലേ? ബാക്കി വന്നത് പോലെ തന്നോളൂ. അതിലടിക്കാം. അടിച്ചു കൊണ്ടല്ലോ. അതുണ്ട്, അതും കുത്തിയിരിക്കുന്ന ഡാർട്ട് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഫൈറ്റ് ചെയ്ത് വരുമ്പോഴേ ഉണ്ടോ, അത് ഫൈറ്റ് ചെയ്ത് വരാൻ നേരത്തെ മിക്കവാറും ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. കുത്തിയിരിക്കുന്ന ഡാർട്ട് എൻ്റെ അകത്ത്. ആ ഞാൻ പറഞ്ഞില്ലേ ഉടക്കി. സാധാരണ ഉടക്കിന്നൊക്കെ പതിയെ പതിയൊക്കെ പോരും പോകുന്നുണ്ട്. ഊരിപ്പോടാ ഊരിപ്പോടാ ഓടി അതിനകത്തോട്ട് ഓടി തിരിച്ചു ഓടി. ഞാൻ പറഞ്ഞില്ലേ ഇതും പണിയായി. ഞാൻ മലമ്പാത കാല് അലക്കും. ഇത്ര ഉള്ളല്ലേ വെള്ളം? അതെന്തെങ്കിലും ഉടക്കിയേക്കണോ? ഡാമേജ് ആയിട്ടുണ്ടോ കുഞ്ഞു? റെഡി കിട്ടി. ഓ പറഞ്ഞ പോലെ തന്നെ ചെയ്തായിരുന്നു കറക്റ്റ്. ആ കല്ല് നല്ല ഇത്തിരി വെയിറ്റിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ട് പോന്നാല് അരികിലല്ലേ മുഴപ്പുണ്ട്. ലോക്ക് അടിച്ചു കളഞ്ഞാ അതിന്റെ പുഴു കണ്ട കാരണമാണ് ഞാൻ ഇവിടെ മാറിക്കാതെ ബാക്കിയുള്ളിടത്ത് നല്ലോണം താഴെ. ആ പുഴു കുഴപ്പമുള്ളൂ. ആ പുഴു മറ്റേ ചൊറിയല ഇറങ്ങിയത് കല്ലടിച്ച് മാറ്റിയായിരുന്നു. ഇല്ലല്ല കല്ലതേ കാല് നനക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ. കാലിൻ്റെ ഒരു വെല്ലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. കണ്ട കാലൊന്ന് ജസ്റ്റ് കരിങ്കല്ല് തട്ടിയതാണ്. അവർ പ്ലാസ്റ്റർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ വെള്ളം നനക്കരുതെന്ന് പറഞ്ഞതാണ്. 3 ദിവസം 4 ദിവസം റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഇപ്പോഴേ ഇന്ന് ഇറങ്ങേണ്ടി വന്നതുകൊണ്ട് നനഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ചില പിന്നെ പ്ലാസ്റ്റർ വെട്ടിക്കളയണം. അപ്പോഴത്തേൻ്റെ കുറച്ച് വെക്കോട്ട് മാറി കലക്കുന്നു. ഒരെണ്ണത്തിന് കലക്കല് ഇല്ല. വടക്കോട്ട് ഇങ്ങോട്ട് വന്നുണ്ടല്ലോ. ഇങ്ങോട്ട് വന്നു. കൊണ്ടല്ലോ 10-15 മീറ്റർ ദൂരമുണ്ട്. അത് അടിക്കണ്ട് നോക്കിക്കണ്ട്. പക്ഷെ എന്നാ അത്ര ചെറിയ ലോക്കിയല്ലേ, അധികം വലുതെന്ന് പറയാൻ പറ്റിയല്ല. ഇപ്പൊ കിട്ടിയ അത്ര ഇങ്ങോട്ട് ഓടി വരികയാണെങ്കിൽ ഇത്ര എളുപ്പമായി. ഇതേപോലത്തെ തിലോപ്പിനാണ് ഇവിടെ പിടിക്കുമ്പോൾ കുഞ്ഞിനെ കളിക്കാൻ കൊടുക്കണം. കുഞ്ഞുകൂടെ കളഞ്ഞിട്ട് വരും. ഇങ്ങോട്ടേക്കൊക്കെ കുഴപ്പമില്ല, കാല് കൊണ്ട് പിടിച്ചല്ല ഇറങ്ങാറ്. നേരത്തെ താഴ്ചയാണെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങേണ്ടത്. ഇതിലൂടെ നേരത്തെ മര്യാദക്ക് ഇതേപോലെ കയറേണ്ട ഒരുത്തനാണ് നമ്മുടെ ഊരിപ്പോയി. അതൊക്കെ മുഴുത്തതായിരുന്നു. ഇത്രയും ദൂരത്ത് നിന്നത് മീനിന് വെയിലത്ത് കൊണ്ടുവന്നിട്ടാ മാക്സിമം 300 ഗ്രാം. എന്താ മൂന്നാമത്തെ അല്ലേ? നമ്മുടെ ഡാട്ടൊക്കെ ഉടക്കി നമ്മൾ ഇറങ്ങിയൊക്കെ എടുക്കേണ്ടി വന്നു. ഇച്ചിരി ഡേഞ്ചർ ആയിപ്പോയത്. ഭാഗത്തിന് താഴ്ചയില്ല കേട്ടോ. ഈ ഭാഗത്തോട്ട് കുഴിയാണ്. ഇവിടെ ചെറിയൊരു പൊക്കലുണ്ടായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. ഓക്കെ, 3 കിലോയ്ക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ അടുത്തന്നെ നോക്കാം. നമ്മൾ നല്ല വലുതിന് ഓർമ്മത്തിലൊക്കെ കണ്ടിട്ട് അവരെ നോക്കി നിൽക്കണം. അത് നമുക്ക് നോക്കാം. വലിയ പോണാറായിട്ട് കൊണ്ടാടി കൊണ്ടല്ലോ കൊണ്ട്. അവൻ നല്ല ക്ലിയർ സ്പോട്ടിൽ തന്നെ കയറി. ഓടി ഇങ്ങോട്ട് വന്നു. അടിപ്പനടിയായിരുന്നു.
കറക്റ്റായിട്ടാവും നമുക്ക് പൊങ്ങി മേളി വന്ന് തന്നു കണ്ടാ. എടാ 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 ഫൈറ്റ് ചെയ്യലടാ, ഊരിപ്പോവും. മോനെ ഏറ്റവും വലുത് കേറി കേറി എന്റെ മോനെ. ആടി ഏടാ ഊരി ഇവിടെ വന്ന നാട്ട് എന്റെ ദൈവം. ഇതേ അപ്പുറത്ത് കിടന്നിട്ട് നാട്ട് ഒറ്റടിക്ക് പൊങ്ങി ഇപ്പുറത്ത് ഊരി. ഒന്നുകൂടെ ഇതാക്കിയാണെങ്കിൽ പോകാന്, ഒന്നുകൂടെ ഫൈറ്റ് ചെയ്താണെങ്കിൽ അവൻ ഊരിപ്പോയാന്. അതെ അങ്ങനെ ഒരു 700-800 ഗ്രാമിന്റെ ഒരു അത്യാവശ്യം സൈസ് ഇറങ്ങും. നാട്ടിന്റെ എൻ്റെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ ഇതേ ഇന്ന് തിരിച്ചിട്ട് പതുക്കെ വലിച്ചതുണ്ട്, ഊരി പെട്ടെന്ന് ഊരി. അത്യാവശ്യം കുഴപ്പമില്ലല്ലേ. 700-800 ഗ്രാം. ഇതേ പിടിച്ചോളൂ, കുഞ്ഞുണ്ടെ കൊടുത്തേട്ടാ. ശരിക്കും പറഞ്ഞാൽ അവൻ ഡീപ്പിൽ കൂടി ഓടി ഓടി നടക്കാന്ന്. ശരിക്കും ഈ സോഡപ്പായൽ ഇപ്പൊ വെയിൽ കൊണ്ട് പൊങ്ങി കിടക്കുന്ന പായലുണ്ട്, ആ പായൽ കൊത്താൻ വേണ്ടി പൊങ്ങി വന്ന സമയത്താണ് ഷൂട്ട് ചെയ്തത്. നമ്മള് കുറെ നേരം നോക്കി നിൽക്കണം, താഴത്തുനിന്ന് മേളിലോട്ട് പൊങ്ങണില്ല അങ്ങോട്ട്. അതൊരു തടവും ഉണ്ട് അവിടെ, കുഴി കുത്തി ഇങ്ങനെ നിൽക്കണത്. അതിനകത്ത് കിടന്നുള്ള കറക്കമായിരുന്നു. പക്ഷെ ഇപ്പൊ ക്ലിയറായിട്ട് നമുക്ക് നിൽക്കും. കോൺക്രീറ്റ് അതിലൂടെ നോക്കണം, പൊക്കത്തോടെ നോക്കണം. ഏടാ ഇല്ലയാണ് ഇല്ലയാണ് എടാ ഇല്ലയാണ്, അങ്ങോട്ട് നോക്കടാ. ഇല്ലേ കണ്ടാ കണ്ടാ. ഇതിനകത്തോടെ കാണിച്ചേ എവിടെ ആ സ്പോട്ട് എവിടെയും കറക്റ്റായിട്ട് എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതായിരിക്കും ഇതായിരിക്കും കണ്ടാ കണ്ടാ. കാടിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നവൻ എന്നിട്ട് പെരുമ്പാമ്പാ. എന്റെ മോനെ സാധനം കണ്ട. ഇത് ഇവിടെ അതിന്റെ നടന്നു പോയ പാടൊക്കെ കാണാൻ സൈഡിൽ കൂടി കണ്ട. കൊണ്ടല്ലോ കൊണ്ട് ആമ്പലി ചുറ്റിട്ടൊന്നും കാര്യമില്ല. നല്ല അട്ടിപ്പ് അപ്പുറം തല ഷൂട്ടാണ്. തല പാസ് ചെയ്തിട്ടുണ്ട്. പാസ് ചെയ്ത് അപ്പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അമ്പ് ഫുള്ളായിട്ട് പോന്നിട്ടില്ല, കറഞ്ഞിരിക്കണേ ഉള്ളു. ഇതിനകത്തൊരു പിടിത്തം പിടിച്ചവന് ഊരി പോകുന്നുള്ള അറിയില്ല. എന്തായതുകൊണ്ടേ വീട്ടിലാതെ പെട്ടെന്ന് പോരാൻ ചാൻസ് ഇല്ല. കുഞ്ഞതാ ഇതേനാ ചേകള ഷൂട്ടാണ്ട് കണ്ടാ. ലാസ്റ്റ് പാസ് ചെയ്ത് അപ്പുറത്ത് വന്നിട്ടില്ല. ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉള്ളു കേട്ടോ. ഹെവി സൈസൊന്നും അല്ല. 50 കണ്ട കണ്ണിന്റെ താഴെയാണ് എൻ്റെ വന്നിരിക്കുന്നത് കണ്ട. ഇവിടെ നിന്ന് കയറിയേക്കുന്നത് കുഞ്ഞാ ഗ്രിപ്പർ കേട്ടോ. ഗ്രിപ്പർ ഇത് ഗ്രിപ്പർമാനാണത്. ഊരെടുത്തിട്ടുണ്ട്. താഴെ വെച്ച് തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചുണ്ട് പൊട്ടിച്ചത്. വെയിറ്റ് ഉള്ളതല്ലേ, ചുണ്ട് പൊട്ടിച്ചത്. കൂടെ ഉണ്ടായിരുന്നു, 2-3 കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു ചെറുതായിരുന്നു. അപ്പൊ അതിനെ കൂടെ നോക്കാം കേട്ടോ. ആ കണ്ട് മൊത്തം പ്രതീക്ഷിക്കാത്ത ഷൂട്ടായിരുന്നു. അതുണ്ട് അതിന് കയറിയാക്കണം. കൊണ്ടിട്ടത് കുഞ്ഞ് പൊടിക്കാത്തിയുടെ ഇതുപോലെ ഉണ്ട്. ആ ചുണ്ട് ഭാഗത്ത കയറിയാക്കണം. ഇതാണ് റെഡ്. മോനെ സൂപ്പർ സാധനം. കുഞ്ഞ് തിലോപ്പി. കുഞ്ഞു തിലോപ്പി റെഡിന്റെ കുഞ്ഞ് നല്ല ശരിയാണ്. കണ്ട അതിന് ചെറുതല തന്നെ അവനെ ആളെ നോക്കിക്കണ്ട്. മുഖത്താണ് അടി കൊണ്ടോ. തല മാത്രമേ കണ്ടുള്ളൂ ശരിക്കും. കണ്ണി കൂടി കയറി. അതെ ഇത് അതെ മുഖത്തിന്റെ പറ്റക്ക കയറിയാണ്. എന്താ അതാ എന്റെ കൂട്ടുകാരനായിരിക്കും. അയാളെ അളിയനാണ്. അളിയൻ നടുക്കോട്ടും തിരിഞ്ഞു നിൽക്കും. ഉണ്ട് അല്ല അങ്ങോട്ട് എന്താ വാലിന്റെ ഭാഗത്താണ് കയറിയേക്കണം. പാസ് ചെയ്തിട്ടില്ലെന്ന് നിൽക്കുന്നു. കുടഞ്ഞ് കളയോന്നറിയില്ല. ആ ഇങ്ങോട്ട് തന്നെ പോരട്ടെ. പതുക്കെ പിടിക്കാണ്ട് പോരി. അധികം പിടിക്കല്ലേ, അധികം പിടിക്കല്ലേ. കുടഞ്ഞ് കളയോന്ന് എനിക്ക് തോന്നണ. കയറിയിട്ടുണ്ട്. അറ്റം മാത്രമേ കയറിയിട്ടുള്ളടാ. വാലിന്റെ ജസ്റ്റിന് കയറിയിരിക്കണ കേട്ടാ. അത് മിസ്സാണത്. അത് മിസ്. അയ്യ ഇവിടെ അല്ലേ ഞാൻ പറഞ്ഞില്ലേ മിസ്സായി. കണ്ടാ മറ്റേ ഡാക്ടർ തരണേ.
മച്ചന്മാരപ്പതേ നമ്മൾ കരയിൽ നിന്ന് ഷൂട്ട് ചെയ്ത് അവസാനം വെള്ളത്തിലിറങ്ങിയുള്ള ഷൂട്ടായി കേട്ടോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ആദ്യം നമ്മൾ കരയിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് അരികത്തൊക്കെ ഉണ്ടായിരുന്ന മീൻ അത്യാവശ്യം നമ്മൾ പിടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓടിപ്പോയവന്മാരെല്ലാവരും നടുക്കോട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ കുറേ അധികം നേരം നോക്കുന്നിട്ട് ഒറ്റ ഒരുത്തം പോലും നമ്മുടെ അരികിലേക്കൊന്നും വരുന്നില്ല. ആ സമയത്ത് ഞാൻ ഷൂട്ട് ചെയ്ത് ഒരു ഡാർട്ട് ഒരു പ്രാവശ്യം നമ്മുടെ ഉടക്കി കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നടുക്കൊക്കെ വെള്ളം തീരെ കുറവാണ്, മുട്ടിൻ്റെ താഴത്തിലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇറങ്ങി ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ മീനെ ഷൂട്ട് ചെയ്ത് തന്നെ നമുക്ക് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ പ്രദീപ് മച്ചാൻ കരയിൽ നിന്ന് സൂമിങ് വെർഷനിൽ ഫുൾ സൂം ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. ഏകദേശം കരയിൽ നിന്ന് ഏകദേശം 30 മീറ്ററൊക്കെ നമ്മൾ മാക്സിമം നീന്തി ചെന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്. ആദ്യത്തത് ഏകദേശം ഒരു 1/2 കിലോ വരുന്നൊരു തിലോപ്പിയാണ് ഫസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൊത്തം വെള്ളത്തിലിറങ്ങി നിന്നുള്ള ഷൂട്ട് തന്നെയാണ് കേട്ടോ. ഒരു 2-3 മീനോളം നമ്മൾ അവിടെ വെള്ളത്തിലിറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ തിലോപ്പികൾ നമ്മൾ നീന്തി ചെല്ലുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കയറിയതിൻ്റെ ഒരു ചെറിയൊരു കഞ്ഞുവെള്ളത്തിൻ്റെ പോലത്തെ ഒരു ചെറിയൊരു കലക്കലുള്ള വെള്ളമാണ്. അപ്പോൾ മീനെ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും വെള്ളം ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് തന്നെ മീൻ അത്യാവശ്യം പേടിയില്ലാതെ നമ്മൾ നീന്തി ചെല്ലുമ്പോൾ ഓടിക്കളയാതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മീറ്റർ, ഒരു 8 മീറ്റർ 10 മീറ്റർ റേഞ്ചിലൊക്കെ നമുക്ക് മാക്സിമം നമുക്ക് അടുത്ത മീനെ ചെല്ലാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും ഇതേപോലെ നീന്തി ചെന്നിട്ടാണ് നമ്മൾ ഓരോ തിലോപ്പിന് അടിക്കുന്നത്. അപ്പോൾ ഗ്രിപ്പറുമായിട്ടാണ് ഞാൻ പോയത്. വേറെ സഞ്ചിയും കാര്യങ്ങളും കൊല്ലിയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തിന് ഷൂട്ട് ചെയ്ത് ഞാൻ ഗ്രിപ്പറിനകത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ അവനെ ഡാർട്ട് ഊരിയെടുത്തിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഹാൻഡിൽ ഷൂട്ട് ചെയ്യുന്ന കയ്യിലാണ് നമ്മൾ മീനെ തൂക്കിയിട്ടിരിക്കുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ കാണാം കണ്ട. അപ്പോൾ അതേ രണ്ടാമത്തെ മീനെ നമ്മൾ അടിച്ച്, ആദ്യത്തെ അത് കലക്കി ഓടി വന്ന മീനാണ് കണ്ട. ആ മീനെ രണ്ടാമത്തെ അടിച്ച് ഏകദേശം ഒരു 600-700 ഗ്രാമുള്ള ഒരു റെഡ് ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇപ്പം അടിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഫൈറ്റ് ഉണ്ട് ശരിക്കും കണ്ടത്. നമ്മൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലോങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ സൂമിങ് വെർഷനിൽ ഫുൾ സൂമിങ്ങിലാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടിട്ടിരിക്കുന്നത്. ഞാൻ അടുത്തൊരു മീനും കൂടെ നമ്മൾ അടിച്ചതിന് ശേഷം നമ്മൾ കരയിലോട്ട് കയറി വരുവാണ്. പിന്നെ കൊല്ലിവാട്ടിറങ്ങണം. വലുത് പച്ചമരപ്പത്തി നമ്മുടെ 3ാമത്തെ മീനാട്ടോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം കേട്ടോ സൈഡിൽ നിന്നൊക്കെ മീൻ ഓടുന്നുണ്ട്. അപ്പോൾ ഇത് കൂട്ടമായിട്ട് വരുന്നതിൽ വലിയ തിലോപ്പി പറഞ്ഞ് നോക്കിയിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അധികം വലിയ ലോങ്ങൊന്നുമല്ല, ഏകദേശം ഒരു കണ്ട നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം ഒരു 6-7-8 മീറ്റർ ദൂരമൊക്കെ മാക്സിമം കാണുള്ളൂ. അത്രയും ദൂരത്ത് നിന്ന് ഏകദേശം നല്ലൊരു ഹെവി സൈസാണ് അടിക്കണത്. ഇപ്പോൾ നല്ല ഫൈറ്റോട് കൂടിയാണ് കേട്ടോ അവൻ വരുന്നത്. അങ്ങനെ കൈ നിറച്ച് മീനുമായിട്ട് കയറി ഞാൻ. കൊമ്പൻ അടിപൊളി ഏട്ടാ. വെള്ളത്തിലിറങ്ങിന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് 3 എണ്ണമാണ് കിട്ടിയത്. മീനേ കരയിൽ നിന്ന് ഷൂട്ട് ചെയ്യണതല്ല, വെള്ളത്തിൽ നിൽക്കുന്ന മീനേ നടുക്കിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ ഓടത്തൊന്നുമില്ല. നല്ല ഫ്രീ ആയിട്ട് അരികിൽ വന്നിട്ടുണ്ട്. ഇതേണ്ട ഇപ്പം അടിച്ചിരിക്കണത് വെള്ളത്തിൽ നിന്ന് ഷൂട്ട് ചെയ്ത് ഇച്ചിരി ഊരാനും പണിയാൻ ചിലപ്പോൾ വിട്ടു പോകാൻ ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ കൊണ്ട് കരയിലായിട്ട് കയറിയത് കണ്ട. പാസ് ചെയ്തിട്ടില്ലല്ലേ? പാസ് ചെയ്ത് കയറിയിട്ടില്ല. പിന്നെ നമ്മൾ വെള്ളത്തിൽ പോയി ഷൂട്ട് ചെയ്ത മീനൊക്കെ ഉണ്ട്. ഇത് 3 എണ്ണം കിട്ടിയാൽ നമുക്ക്. അതിൽ ഇത് രണ്ടും നല്ല സൈസാണ് കേട്ടോ. 1 kg വരുന്ന സൈസൊക്കെയാണ്. വെള്ളം നല്ലോണം കയറട്ടെ കേട്ടോ, കറക്റ്റായിട്ടുള്ള.
പക്ഷെ ഇത് ഇപ്പുറത്തോട്ട് വന്നിട്ടില്ലല്ലേ, ഇവിടെ മാത്രമേ കയറിയിട്ടുള്ളൂ. ലോക്ക് പക്ഷെ ഉടക്കിൽ നിൽക്കും. ഇപ്പുറത്തോട്ട് എടുക്കാം. ഇത് പെണ്ണല്ലേ, ഇതാണ് തിലോപ്പിയ. അത് സൈസാണ് തിലോപ്പിയ. അത് കുറേ കൂടെ വലുതാകുമ്പോൾ അതിൻ്റെ കളറൊക്കെ വിളിച്ചിരിക്കും. വേണ്ട നമുക്ക് ഡാർക്ക് കൊടുത്തിട്ടേക്കോട്ടെ. കൈയൊക്കെ ശരിക്കും ചീത്തയായിട്ടുണ്ട്, കൈയൊന്ന് കഴുകണം. ഓക്കെ, അപ്പോൾ ഇവനെയൊക്കെ നമുക്ക് അങ്ങോട്ട് ഇട്ട് വെക്കാം. അവന് ഞാൻ വിടൂല. അവിടെ പിടിക്കാൻ നോക്കുന്നു, തട്ടിക്കരലിടാൻ നോക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. 1 kg കാണില്ല കേട്ടോ. 700-800 ഗ്രാം മാക്സിമം കാണുമല്ലോ അല്ലേ? 800 ഗ്രാം ഉണ്ടാവും. 1 kg നമ്മൾ കുഞ്ഞതിനൊക്കെ എടുത്തിട്ട് അവിടെ പോയി നോക്കണം. ഇത് 800 ഗ്രാം നമുക്ക് അപ്പുറത്ത് നോക്കാം. വേണ്ട, ഞാൻ പോണ വഴിക്കാ വീണ്ടും ചാടി പുറത്തോട്ട് തന്നെ ഇറങ്ങി. ഇപ്പുറത്തിന് കഴിഞ്ഞു. ഇത് പാമ്പ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഇവിടെ ചെറിയ നീർക്കൂലി പോകുന്നു പറഞ്ഞില്ലേ. ആ പാമ്പ് ആ മീൻ ഓടി കണ്ടപ്പോൾ അടിച്ച് പിടിക്കാനായിട്ട് വന്ന മാറ്റിയാണ്. അങ്ങനെ ഒരു റെഡ്, കുഞ്ഞപ്പൻ റെഡ്. എടാ കുഞ്ഞപ്പൻ റെഡ് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നത്. അതൊക്കെ കുഞ്ഞപ്പൻ റെഡിനാണ് ഇഷ്ടം. ഇരിപ്പിട്ട് വന്നു. എന്താ ചരിച്ച് വിട് ഗ്രിപ്പർ. ഇങ്ങനെയാണ് ഇടാം ഗ്രിപ്പർ ഇടുന്ന. പടച്ചു പോകും. വെള്ളത്തിൽ വെച്ച് കളിക്കണ്ട, കരയിൽ തൂക്കി പിടിച്ചോണ്ടാൽ. അവിടെ വെള്ളം ഒഴുക്കുണ്ടല്ലോ, അവിടെ കൊണ്ടിടാനുള്ള പരിപാടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ മച്ചന്മാരെ നമ്മൾ വീഡിയോ സൈൻ ഔട്ട് ചെയ്യാൻ പോകണം. കാരണം അതെ, നമ്മൾ നേരത്തെ വന്ന് ഫിഷിങ് ചെയ്ത ഏരിയയാണ് ആ ഒരു പൊളിഞ്ഞ വീടൊക്കെ ഉണ്ടല്ലേ, അതിൻ്റെ ഏരിയയിലാണ് നമ്മൾ നേരത്തെ ഫിഷിങ് ചെയ്തത്. അപ്പോൾ ഇവിടെ റോഡുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ഈ സൈഡിൽ കുറച്ച് സ്പോട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൂടെ നോക്കിയിട്ട് നമ്മൾ ഫിഷിങ് നിർത്താനായിട്ട് വെച്ചാൽ അപ്പോൾ ഇന്ന് ഫിഷിങ് നിർത്തണം. അപ്പോൾ കിട്ടിയ മീനുകളെല്ലാം ഇത് സഞ്ചിക്കകത്താക്കി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ. ഇവിടെ വന്നതിന് ശേഷം ഒരു കുഞ്ഞ് തിലോപ്പിനാണ് കിട്ടിയ കേട്ടോ. ബാക്കിയുള്ള തിലോപ്പി നമ്മുടെ സഞ്ചിക്കകത്താണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് വേറെ കുറച്ച് നല്ല സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് താഴത്ത് കുറഞ്ഞിട്ട് മീനെ മുഴുവനും കാണിച്ചു തരാം നമുക്ക്. ബാ, അപ്പോൾ അത് കിട്ടിയ മീൻ മുഴുവനും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സഞ്ചിക്കകത്തിരിക്കണം എല്ലാ മീൻ കിട്ടിയത്. പക്ഷേ എല്ലാത്തിൻ്റെ ഷൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ അത്യാവശ്യം. നമ്മളവിടെ മണ്ണിലിട്ടേച്ചുകൊണ്ടാണ് മീൻ ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ, അതൊക്കെ മണ്ണ് പറ്റിയിട്ടുണ്ട്. ഇതാ തെങ്ങിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ, തെങ്ങ് വെട്ടിക്കളഞ്ഞ അവിടെ എടുത്തിട്ടല്ലേ തെങ്ങ് കുറ്റിയുടെ. അത്യാവശ്യം കുഴപ്പമില്ല, വലിയ ഹെവി സൈസൊന്നും അല്ലെങ്കിലും ഏകദേശം ഒരു 700-800 ഗ്രാം സൈസൊക്കെ ഉള്ള ഒരു സൈസ് തിലോക്കാണ് കിട്ടിയത്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ കണ്ടത്തിലൊക്കെ ഇറങ്ങി തന്നിട്ടാണ് അടിച്ചത്. കാരണം അവിടെ താഴ്ച കുറവാണെന്ന് ഡാട്ട് ഉടക്കി നമ്മൾ എടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ താഴ്ച കുറവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അരികത്ത് വരാത്ത കാരണം കൊണ്ട് തന്നെ തിലോപ്പിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ചെന്നിട്ട് ഇപ്പം ഒരു 3 എണ്ണം അല്ലേ ഇറങ്ങി ചെന്നൊരു 3 തിലോപ്പിനൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. കുഞ്ഞെന്തേ അവിടെ വെള്ളത്തിൽ പോയി പൊടിമീനൊക്കെ കളിക്കുവാണ്. അപ്പോൾ വീഡിയോ നിർത്താമല്ലോ നമുക്ക്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇതിനകത്ത് ഭയങ്കരമായിട്ട് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ നല്ല കഴുകി എടുക്കും.